നമസ്കാരം. ഇന്ന് നമ്മൾ എടുക്കുന്നത് മെഷീൻ ഇന്ന് പർച്ചേസ് ചെയ്യാൻ പോവാണ്. തത്ത മെഷീൻ കമ്പനിയിലാണ് എത്തിയിരിക്കുന്നത്. ചാക്ക് മെഷീനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 2 ദിവസമായി ഓരോ മെഷീനായിട്ട് നോക്കുന്നു. അതിൽ ഇഷ്ടപ്പെട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ചാക്കാണ്. ഞങ്ങൾ മാസ്റ്ററോടും ചോദിച്ചു. അപ്പോൾ മെഷീന് ഇന്ന് ഷോപ്പിലേക്ക് ഡെലിവറി ചെയ്യും. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ജാക്ക് മെഷീനാണ്. ഇത് സിംഗറിൻ്റെ ഓതറൈസ്ഡ് ഡീലറാണ് തത്ത മെഷീൻ കമ്പനി. അവിടെയുള്ള ജാക്ക് മെഷീനാണ്. ഇവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് 30 വർഷം മുന്നേ ബ്ലൂസ് എന്ന് പറയുന്ന മെഷീന് ഞാൻ പർച്ചേസ് ചെയ്തത്. വളരെ നല്ല ഒരു ഇതാണ്. കാരണം ആ മെഷീനായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഷോപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ ജാക്കും അതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ സർവീസൊക്കെയും വളരെ ക്ലിയർ ആയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് ചോദിച്ചു നോക്കാം. സർവീസിനൊക്കെ ആൾക്കാരുണ്ടല്ലോ അല്ലേ? നമ്മുടെ ഷോപ്പിൻ്റെ അടുത്താണല്ലോ കട ഉള്ളത് അല്ലേ? വർഷങ്ങളായിട്ട് പരിചയമുള്ള കടയാണ്. അതെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവരും തൊഴിൽ പരിശീലനമൊക്കെ എടുത്തിട്ട് വേറെ ജോലിയുടെ ഒപ്പം തന്നെ എന്ത് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഗാർമെൻസിൻ്റെ ഒരിക്കലും വായു, വെള്ളം, അതുപോലെ വസ്ത്രം അതൊരിക്കലും അവസാനിക്കാത്തതാണ്. അപ്പോൾ പുതിയ ജനറേഷനുള്ള ഒരു കാര്യം പറയുന്നതാണ്. നല്ല നല്ല മെഷീൻസ് എടുത്തിട്ട് പുതിയ ടെക്നോളജിയിൽ വസ്ത്രനിർമ്മാണം ത്തിലുള്ള ഇത് ചെയ്യുക, അതുപോലെ സ്വയം പര്യാപ്തത നേടുക. ഇരിക്കുകയാണ് ജാക്കിൻ്റെ മെഷീനാണ്. Life is our game that we play. I won't get away. We can find a sense within our company. Within our company. Within our company. So come closer to me. Come a little closer. Been too long now. I think that I want to second guess you. I second guess me. I second guess them. Don't second guess me. So come a little closer. നമ്മൾ പുറത്ത് മേടിക്കുന്ന മെഷീൻ എത്ര ക്ലാരിറ്റി ഇല്ല അല്ലേ? അത് ഓയില് ഇവിടെ പട്ടക്കടയിൽ മേടിക്കണില്ലേ? ഇതവരുടെ തന്നെ പുതിയ ബൈക്ക് മേടിക്കുമ്പോൾ ചോദിച്ചാൽ നമ്മൾ ചോദിക്കും. അസി വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്യാമറാമാൻ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ സൗണ്ട് കിട്ടും. ഞാൻ മൈക്കൊന്നും വെച്ചിട്ടില്ല. മെഷീൻ്റെ കൂടെ നമുക്ക് നല്ല ഉഷയുടെ കത്രിക കിട്ടിയിട്ടുണ്ട്. ഗോൾഡൻ കളറ് മെഷീൻ്റെ കൂടെ ഉള്ള ഗിഫ്റ്റാണ് ഈ കത്രിക. പിന്നെ തത്ത മെഷീൻ കമ്പനിയിൽ നിന്നാണ്, ഞാൻ നേരത്തെ കാണിച്ചില്ല വീഡിയോ. ആ തത്ത മെഷീൻ കമ്പനിയാണ്. ആ ഡീലറിലൂടെയാണ് നമുക്ക് കമ്പനിയിൽ നിന്ന് മെഷീൻ എത്തിയിരിക്കുന്നത്. ആൻഡ് ജാക്ക് F5ൻ്റെ ഗ്യാരണ്ടി കാർഡും ബുക്കുകളാണ് ഇതിലുള്ളത്. അതിൻ്റെ ആക്സസറീസ് നമുക്ക് സ്ക്രൂ ഡ്രൈവർ, ബോബിൻ ഗൈസ് ഇതെല്ലാം എത്തിയിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുള്ള മെഷീനാണ് അത് ജാക്ക് അല്ലേ? കാണാൻ തന്നെ ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ പലക, ഈ ടേബിള് നല്ല വലിപ്പമുണ്ട്. അതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മെഷീനിൽ ഉള്ള പ്രത്യേകതയാണ്. ഇതൊന്ന് കാണിക്കും. ഇത് കട്ടറാണ്, മറ്റേ മെഷീനിലില്ല. നൂല് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പ്രത്യേകത എന്താ പറയുക, ജാക്കിൻ്റെ കമ്പനി തന്നെ കൊടുത്തയച്ചിരുന്നു ഓയിൽ. മെഷീൻ ഓയിൽ ലൂബ്രിക്കേഷനാണ്. ഇതിൽ ഏകദേശം 1 ലിറ്ററോളം ഓയിലുണ്ട്. 1 ലിറ്റർ വരില്ല, കുറച്ച് കമ്മിയായിരിക്കും.
ഈ ഫിൽറ്ററിലൂടെയാണ് ഇത് ഓയിൽ കയറിയിട്ട് കംപ്ലീറ്റ് എല്ലാ സ്ഥലത്തേക്കും ഇതിൻ്റെ മെഷീൻ്റെ എല്ലാ സ്ഥലത്തേക്കും എത്തും. അത് കാണിച്ചു തരാം. നോക്കൂ, ഇപ്പോൾ ഞാൻ മെഷീനിൽ തയ്ക്കുന്ന സമയത്ത് ഇവിടെ അടുത്ത് കാണിച്ചു കൊടുക്കും കേട്ടോ. ഓയിൽ തിളച്ചേർന്ന് ഇങ്ങനെ എല്ലാ പാർട്ടിലേക്കും വരും. ഹൈ സ്പീഡ് മെഷീനാണ്. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് നമുക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ സ്പീഡ് കുറയ്ക്കുകയാണെങ്കിൽ ഇതാണ്ട് 29, 28 ഡിജിറ്റൽ ഇത് വരുന്നുണ്ടല്ലേ. ഇപ്പോൾ ചെറിയ സ്പീഡിൽ വരെ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും കണ്ടോ. ഇപ്പോൾ സ്പീഡ് വളരെ കുറഞ്ഞു പോയി. അപ്പോൾ ഏത് പഠിക്കുന്നവർക്കും പുതിയതായിട്ടുള്ള ആൾക്കാർക്കല്ല ഇതിൻ്റെ ഈ ടെക്നോളജി ഉപയോഗിക്കുക. ഏറ്റവും പുതിയ ടെക്നോളജിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ ത്രെഡ് വയ്ക്കാനുള്ളതുണ്ട്, വേറൊരു ത്രെഡ് ബോബിനിൽ ചുറ്റാനുള്ള സംവിധാനമുണ്ട്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡാപ്റ്ററിൽ ഇത് കണ്ടോ, ഇത് ചെയ്തിട്ട് സ്ക്രൂ ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഈ മെഷീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടി വെട്ടുമ്പോഴും അതുപോലെ ഓവർ സപ്ലൈ വരുമ്പോഴൊക്കെ സ്റ്റെബിലൈസ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇൻസൈഡിലുള്ള മോട്ടർ കത്തിപ്പോകാനിടയുണ്ട്. ആ മെഷീൻ്റെ 1/3 വിലയും ഇതിൻ്റെ സെൻസറിങ് ആണ്. സെൻസറിങ് ഉള്ളത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മെഷീൻ്റെ പകുതിയോളം നഷ്ടപ്പെട്ടു എന്നുള്ള അത്രയും പൈസ വേണം പിന്നീട് അത് ശരിയാക്കാൻ. അതുകൊണ്ട് മെഷീൻ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പവർ വിടിപ്പിച്ചിട്ട് വെക്കണം. മെഷീൻ ഉപയോഗിക്കുമ്പോൾ പവർ ഇങ്ങനെ കുത്തിയിട്ട് ഈ പ്ലഗ് ഇതിലൂടെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്യണം. മനസ്സിലായല്ലോ അല്ലേ? പിന്നെ മെഷീനിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതിപ്പോൾ സൂചി കൈകളിലൊക്കെയുള്ള സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതൊക്കെ പ്രത്യേകം ഇതുള്ളതാണ്. ഇതെല്ലാം മെഷീൻ നോക്കി വാങ്ങിക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് സ്റ്റീല്, ഡിജിറ്റൽ മെമ്മറി, ഡിജിറ്റൽ ഇത് കൊടുക്കാനുള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള സംവിധാനം ഇപ്പോൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, വളരെ സ്ലോവിൽ വരെ അടിക്കാനുണ്ട്. ഞാൻ കാണിച്ചു തരാം. മെഷീനിൽ നോക്കൂ, ഇപ്പോൾ ഡിജിറ്റൽ വരുന്നത് 5-ലാണ്. സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനുള്ള ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നുണ്ട്. F5ൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 മാസമായി ഈ മെഷീന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. എൻ്റെ അടുത്തുള്ള ഡീലർ മുഖേന കിട്ടണം എന്നുള്ളതിലാണ് ഞാൻ ഈ മെഷീന് കാത്തിരിക്കുന്നത്. പ്രൊഫഷണൽ ടൈലർമാർക്ക് വളരെയധികം, ഇനി പ്രൊഫഷണൽ അല്ലാത്തവർക്കും വളരെയധികം യൂസ് ചെയ്യാനും വളരെ സിമ്പിളായിട്ടും വളരെ യൂസബിളും ആയിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ കൂടെ എനിക്ക് 2 വാക്ക് കൂടെ പറയാം. യൂത്തിനോടാണ്, ടാലൻ്റ് ചെറിയ എൻ്റെ മോളാണ് വീഡിയോ എടുക്കുന്നത്, അവളോട് കൂടിയിട്ടാണ് പറയുന്നത്. തൊഴിലിൽ എന്ത് ജോലി ഉണ്ടല്ലോ, IAS ജോലി കിട്ടുകയാണെങ്കിലും ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും സ്വയം തൊഴിലുണ്ടെങ്കിൽ, തൊഴിലെടുക്കാൻ നമുക്ക് അറിയെങ്കിൽ, തൊഴിൽ പറഞ്ഞു കൊടുക്കാൻ അറിയെങ്കിൽ, തൊഴിലെടുക്കാനുള്ള സന്നദ്ധത ഉണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ വസ്ത്രനിർമ്മാണത്തിൽ നല്ല പൈസയും നല്ല ജോലിയും ആയിട്ടുള്ള ഒരു ജോലിയാണ് വസ്ത്രനിർമ്മാണം എന്ന് പറയുന്നത്. ഫാഷൻ ഡിസൈൻ ധാരാളം പഠിക്കുന്നുണ്ട്. പലരുടെയും കയ്യിൽ വീട്ടിൽ മെഷീനുണ്ട്. എല്ലാം പൊടി പിടിച്ചിട്ടോ അല്ലെങ്കിൽ മിക്സി വെച്ചിട്ടോ വേറെ എന്തെങ്കിലും സ്റ്റാൻഡിൽ സാധനങ്ങൾ വെച്ചിട്ടോ ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കും. എന്തുകൊണ്ട് ആ മെഷീൻ എടുത്തത് സ്വന്തം കുട്ടികളുടെ യൂണിഫോം അടിക്കുന്നില്ല? വേണ്ട, ഒരു 500 രൂപയുടെ ചുരിദാർ കിട്ടിക്കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യാൻ അറിയുന്നില്ല, ഫാഷൻ ഡിസൈൻ പഠിച്ചായിരിക്കും. അപ്പം ഞാൻ പറയുന്നത് ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. തൊഴിൽ ചെറുപ്പം കുട്ടികൾക്ക് ഏകദേശം ഒരു 10ാം ക്ലാസ് കഴിഞ്ഞു ഉടനെ തന്നെ തൊഴിലിനോട് ആഭിമുഖ്യം കൊടുക്കുക, അത് ഇതിൽ പരിചയപ്പെടുത്തുക, അതിലൂടെ ബിസിനസ്സിലേക്ക് ഇറങ്ങി വരാനുള്ളത് കൊടുക്കുക. ധാരാളം സാധ്യതകൾ, ഒരുപാട് സാധ്യതകൾ കേരളത്തിൽ അടങ്ങിയിട്ടുണ്ട് ഗാർമെൻറ്റ്സ് മേഖലയിൽ. ഇനി ഞാൻ ഒരുക്കുന്ന മെഷീനെല്ലാം, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്കെല്ലാം മെഷീനുകൾ ഈ പുതിയ ടെക്നോളജിയുള്ള മെഷീനാണ് ഞാൻ കൂടുതൽ അഡ്വൈസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ തീരുന്നതിന് മുന്നേ ഞാൻ ഇത്രയും പറയണം എന്നുള്ളത് തോന്നി. അതുകൊണ്ട് മാതാപിതാക്കളും എല്ലാവരും ശ്രദ്ധിക്കുക, കുട്ടികളും ഇത് കാണുന്ന കുട്ടികളും ശ്രദ്ധിക്കുക. പഠിപ്പിൻ്റെ ഒപ്പം തന്നെ തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കുക. തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ UP യിൽ നിന്നോ കർണാടകത്തിൽ നിന്നൊക്കെ വരുന്ന ഡ്രസ്സുകളുടെ ഒപ്പം തന്നെ അതിനെ കിടപിടക്കുന്ന ഡ്രസ്സുകൾ ഉണ്ടാക്കാനുള്ള മെഷീനുകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.
അനുഗ്രഹ ഫാഷനാണ് ഈ കാണുന്നത്. അടുത്തത് അപ്പുറത്ത് കാണുന്നത് അഫ്സൽ തങ്ങളുടെ ബട്ടൺ മെഷീനാണ്. അതും അനുഗ്രഹം തന്നെയാണ്. അനുഗ്രഹ ഫാഷൻ എൻ്റെ ഒരു ബ്രദർ, അനിയനെ പോലെയുള്ള ആളാണ്. അനിയൻ തന്നെയാണ് അഫ്സൽ തങ്ങൾ. ഇത് അസൻക, പിന്നെ അപ്പുറത്ത് ഇസ്ത്രി ഇടുന്ന ഒരു കുട്ടിയുണ്ട്. ഇവരൊക്കെ ഇതിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പുതിയ മെഷീൻ വന്നിട്ടുള്ള എൻ്റെ ഇത് കാണിക്കുന്നതാണ്. അൽഹംദുലില്ലാ അത് ശരിയായി, മെഷീൻ എത്തി. ഇനി ഓവർലോക്ക് വേണം, എന്ന് നമുക്ക് പതുക്കെ തന്നെ ശരിയാവും എന്നുള്ള വിചാരിക്കുന്നു. താങ്ക് യു.